നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗ യോഗം. ശ്ലോകം 10. യാതയാമംഗതരസം പൂതിപര്യുഷിതഞ്ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. പാചകം ചെയ്ത് യാമങ്ങൾ കഴിഞ്ഞതും രസം നശിച്ചതും ദുർഗന്ധമുള്ളതും ജീർണിച്ചതും ഉച്ഛിഷ്ടമായതും ശുദ്ധിയില്ലാത്തതുമായ ആഹാരം താമസന്മാർ ഇഷ്ടപ്പെടുന്നു. കാലഹരണപ്പെട്ടതും രുചി നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും പഴകിയതും മറ്റുള്ളവർ കഴിച്ച ശേഷമുള്ള അവശിഷ്ടങ്ങളും ശുദ്ധിയില്ലാത്തതുമായ ഭക്ഷണം എല്ലാം താമസ ഗുണമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. താമസിക ഭക്ഷണത്തിൻ്റെ ലക്ഷണങ്ങൾ: യാതയാമം ഏറെ നേരം കഴിഞ്ഞ ഭക്ഷണം, ഗതരസം രുചി നഷ്ടപ്പെട്ടത്, പൂതി ദുർഗന്ധമുള്ളത്, പര്യുഷിതം പഴകിയ ഭക്ഷണം, ഉച്ഛിഷ്ടം മറ്റൊരാൾ കഴിച്ച ശേഷമുള്ളത്, അമേധ്യം ശുദ്ധിയില്ലാത്തത്. ഇത്തരത്തിലുള്ള ഭക്ഷണം ശരീരത്തെയും മനസ്സിനെയും മന്ദതയിലേക്കും അജ്ഞാനത്തിലേക്കും നയിക്കുന്നു. താമസിക ഭക്ഷണം കഴിക്കുന്നത് അലസത, മന്ദത, വിപരീത ചിന്തകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഇത് ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. എപ്പോഴും പുതിയതും ശുദ്ധവുമായ ഭക്ഷണം കഴിക്കുക. സാത്വിക ഭക്ഷണശീലം വളർത്തുക. ഭക്ഷണം കഴിക്കുമ്പോൾ ശുദ്ധിയും കൃതജ്ഞതയും പാലിക്കുക. എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നത് നമ്മൾ ആരാകുന്നു എന്നതിനെ നിർണ്ണയിക്കുന്നു. നന്ദി.